Hi everyone, welcome back to Grow Malayalam. ഇപ്പോൾ വാരൻ ബഫറ്റിന്റെ ഗുരുവായ ബെഞ്ചമിൻ ഗ്രഹാം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഷോർട്ട് റണ്ണിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു വോട്ടിംഗ് മെഷീൻ പോലെയാണെന്ന്. അതായത് ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ മോശം തീരുമാനങ്ങളൊക്കെ കാണിക്കാം. പക്ഷേ ലോങ് ടേമിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു വെയിങ് മെഷീൻ പോലെയാണ്. ഇപ്പോൾ ലോങ് റണ്ണിൽ ഒരു സ്റ്റോക്കിന്റെ റിട്ടേൺ ആ ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് അനുസരിച്ചായിരിക്കും വരുന്നത്. ഇപ്പോൾ നമ്പർ സ്ട്രോങ് ആയതും അതുപോലെ തന്നെ പ്രോഫിറ്റ് കൺസിസ്റ്റന്റും ആയിട്ടുള്ള സ്റ്റോക്സ് ഉണ്ട്. എന്നാൽ മാർക്കറ്റ് അവർക്ക് പ്രതിഫലം നൽകുന്നില്ല. അപ്പോൾ ഇതിന്റെ അർത്ഥം മാർക്കറ്റ് ഒന്നെങ്കിൽ അവർ ഒഴിവാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ റീ റേറ്റിംഗിന്റെ പ്രോസസ്സിലാണ് അവരുള്ളത്. അപ്പം ഇന്ന് നമ്മൾ 3 സ്റ്റോക്സ് ആവും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ സ്റ്റോക്സിന്റെ നമ്പറൊക്കെ സ്ട്രോങ് ആണ്, ബാലൻസ് ഷീറ്റ് സോളിഡ് ആണ്, അതുപോലെ തന്നെ വാല്യുവേഷനോ സിംഗിൾ ഡിജിറ്റ് പി റേഷ്യോ ആണ്, അതിൽ സ്ട്രോങ് ഫണ്ടമെന്റൽസും. സോ ഏതൊക്കെയാണ് ഇന്നത്തെ കമ്പനി എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കമ്പനി ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. 1906 ഈ ഒരു കമ്പനി തുടങ്ങുന്നത്. ഇന്ത്യയിലെ ലീഡിംഗ് പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ ഒന്നാണ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇവർ മെജോറിറ്റി സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് ആണ്. അതായത് 73% സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഫുൾ സർവീസ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ്. അപ്പോൾ ഇവർ ഡിപ്പോസിറ്റ് കളക്ട് ചെയ്തിട്ട് എക്കോണമിയിൽ പ്രധാന ഭാഗങ്ങളിലേക്ക് അവർ ക്രെഡിറ്റ് കൊടുക്കും. അപ്പോൾ ഇവരുടെ പ്രവർത്തനം 4 സെഗ്മെന്റ്സിലാണുള്ളത്. ആദ്യത്തെ ട്രഷറി ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് ആണ് ബാങ്കിന്റെ മൊത്തം ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ മാർക്കറ്റ് റിസ്ക് പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വരുന്നതാണ് ഗവൺമെന്റ് ആൻഡ് കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ്, മണി മാർക്കറ്റ് ഫണ്ടിങ്, ഫോറിൻ എക്സ്ചേഞ്ച് അതുപോലെ ഡെറിവേറ്റീവ് ട്രാൻസാക്ഷൻസും. ഇപ്പോൾ 2025 ഫൈനാൻഷ്യൽ ഇയറിൽ ഈ ഒരു സെഗ്മെന്റ് 22,735 കോടിയാണ് ജനറേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊരു ബാങ്കിന്റെ ടോട്ടൽ റവന്യൂവിന്റെ 27.9%. ഇനി രണ്ടാമത്തെ സെഗ്മെന്റ് റീറ്റെയിൽ ബാങ്കിങ് ആണ്. ഈ ഒരു സെഗ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്തേക്കുന്നത്. 2025 ഫൈനാൻഷ്യൽ ഇയറിൽ 31,053 കോടി രൂപ, അതായത് ബാങ്കിന്റെ ടോട്ടൽ റവന്യൂവിന്റെ 40.2%. ഈ ഒരു സെഗ്മെന്റ് ട്രഡീഷണൽ ബ്രാഞ്ച് സർവീസസിനെ ഡിജിറ്റൽ ചാനൽസ് ആയിട്ട് മെർജ് ചെയ്യും. അപ്പോൾ ഇതിൽ വരുന്നതാണ് കറന്റ് ആൻഡ് സേവിങ്സ് അക്കൗണ്ട്, അതുപോലെ തന്നെ ടേം ആൻഡ് റെക്കറിംഗ് ഡെപ്പോസിറ്റും. ഇനി ലെൻഡിംഗ് സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുൾ കൺസ്യൂമർ ഫൈനാൻസ് പ്രോഡക്റ്റ് നൽകുന്നുണ്ട്. അതായത് ഹോം ലോൺ, പേഴ്സണൽ ലോൺ, ഓട്ടോ ലോൺ, അതുപോലെ ഗോൾഡ് ലോണും. ഇപ്പോൾ റീറ്റെയിൽ സെഗ്മെന്റിന്റെ ഉള്ളിൽ ഡിപ്പോസിറ്റ് മിക്സിൽ ടേം ഡിപ്പോസിറ്റ് ആണ് വലിയ ഭാഗം വരുന്നത്, 46% ഉണ്ട്. അതേസമയത്ത് കറന്റ് ആൻഡ് സേവിങ്സ് അക്കൗണ്ടും കൂടി 40.28% അപ്പോൾ ഈ 2025 ഫൈനാൻഷ്യൽ ഇയർ കറന്റ് ആൻഡ് സേവിങ്സ് അക്കൗണ്ട് ബാലൻസ് ഇയർ ഓവർ ഇയർ 3.9% കൂടി 2,80,283 കോടി രൂപ എത്തി. ഇനി മൂന്നാമത്തെ സെഗ്മെന്റ് ഹോൾസെയിൽ ബാങ്കിങ് ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ ഇതിലെല്ലാ കോർപ്പറേറ്റ് അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെൻഡിംഗ് കവർ ചെയ്യുന്നുണ്ട്, കൂടാതെ ക്യാഷ് മാനേജ്മെന്റും ഫൈനാൻഷ്യൽ സർവീസും. 2025 ഫൈനാൻഷ്യൽ ഇയറിൽ ഈ ഒരു സെഗ്മെന്റ് 27,338 കോടി ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ടോട്ടൽ റവന്യൂ 31.7% ആണ്. എന്നാൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സിലേക്ക് 11.8% മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. കാരണം ഫണ്ടിങ് ഫുള്ള് റീറ്റെയിൽ സെക്ഷനിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ എന്താണ് റീറ്റെയിൽ സെക്ഷനിലേക്ക് സെയിം ഇൻട്രസ്റ്റ് നൽകണം. അങ്ങനെയാകുമ്പോൾ അത് പ്രോഫിറ്റ് കുറയ്ക്കും. ഇപ്പോൾ ഡൊമസ്റ്റിക് പ്രസൻസും ഇതിനുപരി അവർക്ക് എന്താണ് ഓവർസീസിലും അവർക്ക് സ്ട്രോങ് പ്രസൻസ് ഉണ്ട്. 22 ഫോറിൻ ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇത് ടോട്ടൽ റവന്യൂവിന്റെ 11.8% അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. പ്രൈസ് ടു ബുക്ക് റേഷ്യോ ജസ്റ്റ് 0.7 ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ ₹1 നെറ്റ് അസറ്റിന് 0.7 മാത്രമാണ് കൊടുക്കുന്നതെന്നാണ്. ഇൻഡസ്ട്രി ആവറേജ് ആയ 1.05 താഴെയാണിത്. എന്നാലും കമ്പനിയുടെ ഒറിജിനൽ പെർഫോമൻസ് സ്ട്രോങ് ആണ്. ഇപ്പോൾ 2025 ഫൈനാൻഷ്യൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇയർ ഓവർ ഇയർ 16,412 കോടി കൂടി. അതേസമയത്ത് നെറ്റ് പ്രോഫിറ്റ് 45.92% കൂടി 9,219 കോടി എത്തിയതുകൊണ്ട് 2025 സാമ്പത്തിക വർഷം ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഒരു സ്ട്രോങ് ഇയർ ആയിരുന്നു. അപ്പോൾ ബാങ്കിന്റെ ഒരു വലിയ വളർച്ചയുടെ കാര്യം ഇൻട്രസ്റ്റ് വരുമാനം 16.76% കൂടിയതുകൊണ്ടാണ്. അപ്പോൾ ഇത് 15.33% അഡ്വാൻസ് വളർച്ച കൂടി ഉണ്ടാക്കി 6,53,518 കോടിയിലേക്ക് എത്തി. അപ്പോൾ ഇതെല്ലാം റീറ്റെയിൽ, MSME അതുപോലെ കോർപ്പറേറ്റ് സെഗ്മെന്റിൽ നിന്നുള്ള ക്രെഡിറ്റ് ഡിമാൻഡ് കാരണം കൊണ്ടാണ്. ഈവൻ ഇവിടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 2025 ഫൈനാൻഷ്യലിൽ 2.97% 2.87% കുറഞ്ഞിട്ട് പോലും നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 15 ബേസിസ് പോയിന്റ്സ് കുറഞ്ഞ് RBIയുടെ റിപ്പോ റേറ്റ് തുടർന്നാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ RBI നിന്ന് ബാങ്കിൽ ബോറോ ചെയ്യുന്ന റേറ്റ് ആണ്. അതിനാൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലെൻഡിംഗ് റേറ്റ് പെട്ടെന്ന് ഇടിഞ്ഞു. എന്നാൽ ഡിപ്പോസിറ്റ് അതിൽ ഫണ്ടിംഗ് കോസ്റ്റ് പതുക്കെ അഡ്ജസ്റ്റ് ആയി. അപ്പോൾ ഇത് കാരണം ഫണ്ടിംഗ് കോസ്റ്റിനേക്കാളും ലോൺ ഈൽഡ് കുറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ബാങ്ക് ഏൺ ചെയ്യുന്നു, അതുപോലെ ബാങ്ക് പേ ചെയ്യുന്നു, ഇത് തമ്മിലുള്ള സ്പ്രെഡ് കുറഞ്ഞു. അപ്പോൾ മെയിൻലി ബാങ്ക് ഓഫ് ഇന്ത്യ നോൺ ഇൻട്രസ്റ്റ് ഇൻകത്തിൽ നിന്നാണ് ഇത് ഓഫ്സെറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ അതർ ഇൻകം 46% കൂടി, അതായത് 6,233 കോടി രൂപയിൽ നിന്ന് 9,104 കോടി രൂപയിലേക്ക് എത്തി. ഇതിന് 2 കാരണങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ അസറ്റ് മോണിറ്റൈസേഷൻ അതുപോലെ ഡിസ്പോസൽ വഴി 2024 ഫൈനാൻഷ്യൽ ഇയറിൽ 660 കോടി നേട്ടത്തിൽ നിന്ന് 2025 ഫൈനാൻഷ്യൽ ഇയറിൽ 2,084 കോടിയിലേക്ക് എത്തി. അതായത് ഇയർ ഓവർ ഇയർ 215.5% ഇൻക്രീസ്. രണ്ടാമത്തെ കാര്യം റിട്ടേൺ ഓഫ് അക്കൗണ്ട്സ് എന്നുള്ള റിക്കവറിയാണ്. ഇപ്പോൾ മാനേജ്മെന്റ് റിക്കവറി എഫോർട്സ് കൂടുതൽ സ്ട്രോങ് ആക്കി
അതുകൊണ്ട് ക്യാഷ് റിക്കവറീസ് 61% ഇയർ ഓവർ ഇയർ വളർന്ന് 2024 ഫൈനാൻഷ്യലിൽ 1467 കോടിയായിരുന്നത് 2025 ഫൈനാൻഷ്യലിൽ 2365 കോടി എത്തി. ഇപ്പൊ സ്റ്റാൻഡേർഡ് അതുപോലെ റിട്ടേൺ ഓഫ് അക്കൗണ്ട് എന്നുള്ള ടോട്ടൽ ക്യാഷ് റിക്കവറി 2025 ഫൈനാൻഷ്യലിൽ 9506 കോടിയായി. അത് ഇയർ ഓവർ ഇയർ 21% ഇംപ്രൂവ് ചെയ്തു. ഇത് ഓവറോൾ റിക്കവറി റേറ്റ് 647 ബേസിസ് പോയിന്റ്സ് ഇംപ്രൂവ് ചെയ്ത് 20.43% എത്തി. ഇതുപോലെ റിക്കവറീസ് ബാലൻസ് ഷീറ്റിന്റെ ക്വാളിറ്റി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ ഗ്രോസ് NPA 7434 കോടി കുറഞ്ഞു, അതായത് ഇയർ ഓവർ ഇയർ 25.5% ഇടിഞ്ഞു. അതുപോലെ GNPA റേഷ്യോയും 171 ബേസിസ് പോയിന്റ്സ് കുറഞ്ഞു, ഇപ്പൊ 3.27% എത്തി. അപ്പൊ ഇത് ഗ്രോസ് NPA എന്ന് പറഞ്ഞാൽ എന്താണ്? ലോൺ എടുത്തവര് ആ ലോണിലേക്ക് 90 ദിവസത്തിലധികമായിട്ടും തിരിച്ചടയ്ക്കാതെ വരുമ്പോഴാണ് ഇത് നോൺ പെർഫോമിംഗ് അസറ്റ് അല്ലെങ്കിൽ NPA ആവുന്നത്. അപ്പൊ ഇവിടെ നെറ്റ് NPയും 40 ബേസിസ് പോയിന്റ്സ് കുറഞ്ഞു 1.22% എത്തി. ഇപ്പൊ നെറ്റ് NPA എന്ന് പറഞ്ഞാൽ ഗ്രോസ് NPA മൈനസ് പ്രൊവിഷൻസ് ആണ്. അപ്പൊ ഇത് കാണിക്കുന്നത് ബാഡ് ലോൺസ് ഒന്നും റിക്കവർ ചെയ്തില്ലെങ്കിൽ ബാങ്കിന് എത്ര നഷ്ടം വരും എന്നാണ് ഇത് കാണിക്കുന്നത്. കൂടാതെ ഇവിടെ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ 81 ബേസിസ് പോയിന്റ്സ് ഇംപ്രൂവ് ആയിട്ട് ഇയർ ഓവർ ഇയർ 17.77% എത്തി. ഇവിടെ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ എന്ന് പറഞ്ഞാൽ ബാങ്കിന് എത്ര നന്നായിട്ട് അവരുടെ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാമെന്നാണ്. ഇപ്പൊ ഇൻഡസ്ട്രി ആവറേജിനേക്കാളും കുറവ് വിലയിൽ ട്രേഡ് ചെയ്യുന്നതുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ പുതിയ 50 ബേസിസ് പോയിന്റ്സ് ഹൈക്ക് ഉണ്ടായതുകൊണ്ട് വരും മാസങ്ങളിൽ മാർജിനിൽ വലിയ പ്രഷർ ഉണ്ടാവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പൊ ഇതുകൊണ്ടാണ് സ്ട്രോങ് കോമ്പറ്റീഷന്റെ ഇടയിലും ഡിപ്പോസിറ്റ് എടുക്കാനുള്ള എഫേർട്സിന് വലിയ ഇമ്പോർട്ടൻസ് കിട്ടുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ ശ്രദ്ധിക്കണം, അതായത് ബാങ്ക് ഓഫ് ഇന്ത്യ എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതെന്ന്. അപ്പോൾ മാർജിൻ ട്രെൻഡും അസറ്റ് ക്വാളിറ്റിയും ശരിക്കും എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്തിനാണ്? കാരണം ക്രെഡിറ്റ് സ്ട്രെസ് തിരിച്ചു വരാൻ വേണ്ടി സാധ്യതയുണ്ട്. അതിനു മുന്നേ തന്നെ നല്ല ശ്രദ്ധ നമുക്ക് വേണം. ഇനി ഇന്നത്തെ രണ്ടാമത്തെ കമ്പനി നാറ്റ്കോ ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. 1981 ഒരു കമ്പനി തുടങ്ങുന്നത്. നാറ്റ്കോ ഫാർമ ഒരു മിഡ് സൈസ് കമ്പനിയാണ്. അപ്പോൾ ഫോർമുലേഷൻസ് അതുപോലെ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽസ് രണ്ടിലും സ്ട്രോങ് പ്രസൻസ് കമ്പനിക്കുണ്ട്. 9 മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസും റിസർച്ച് സെന്റേഴ്സിലും അവർ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഡൊമസ്റ്റിക് അതുപോലെ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് അവർ കാറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പതിറ്റാണ്ടുകൾക്ക് അപ്പുറം കമ്പനി കോംപ്ലക്സ് ജനറിക്സിലും അതുപോലെ ഓങ്കോളജിയിലും ഒരു തനതായ സ്ഥാനം ഉണ്ടാക്കിയെടുത്തു, പ്രത്യേകിച്ച് USA. അപ്പോൾ നമുക്കിനി കമ്പനിയുടെ ബിസിനസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ വരുന്ന ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് APIs ആണ്. അപ്പോൾ ഡ്രഗ്സിന് വേണ്ടി റോ കെമിക്കൽ ബിൽഡിംഗ് ബ്ലോക്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയുടെ പാർട്ടാണ് ഇത്. ഒന്നെങ്കിൽ ഇത് അവർ ഇൻഹൗസ് ആയിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഗ്ലോബലി അവർ വേറെ മാനുഫാക്ചേഴ്സിന് ഇത് വിൽക്കും. ഇപ്പോൾ 2025 ഫൈനാൻഷ്യലിൽ API റവന്യൂ 201.8 കോടിയായിരുന്നു. ഇയർ ഓവർ ഇയർ 19% ഡിക്ലൈൻ. ഇതുപോലെ ഇപ്പം കുറയുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ ഇപ്പോൾ ഒരുപോലെ ഉണ്ടെങ്കിൽ കമ്പനികൾ എന്താണ് പ്രൈസിൽ മാത്രം കോമ്പീറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്താണ് പ്രൈസ് കുറഞ്ഞു പോകും. ഇനി രണ്ടാമത്തെ കാര്യം, ചില വലിയ സപ്ലൈ ഡീൽസ് വന്നു കഴിയുമ്പോൾ അതിന് ടൈമിംഗ് കറക്റ്റ് ആവില്ല. അപ്പൊ അതുകൊണ്ട് ചില സമയത്ത് എന്താണ് കൂടുതൽ ഇൻകം വരും, ചില സമയത്ത് എന്താണ് കുറവായിരിക്കും. അങ്ങനെയാണ് ഇവിടെ ഡ്രോപ്പ് വന്നത്. ഇനിയിപ്പോൾ അതേ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ APIs ടോട്ടൽ റവന്യൂവിന്റെ ഏകദേശം 4.2% വരുന്നത്. പക്ഷേ ഇത് കമ്പനിയുടെ വലിയ പ്രോഫിറ്റ് എന്ന ഫോർമുലേഷൻ സെഗ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് APIs ഇപ്പം ടാബ്ലറ്റ്സ് ക്യാപ്സ്യൂൾസിലേക്കൊക്കെ മാറും. സോ ഇവിടുന്ന് നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് നമ്മൾ പോവാണ്, അതാണ് ഫോർമുലേഷൻസ്. ഇപ്പോൾ 2025 ഫൈനാൻഷ്യലിൽ ഈ ഒരു സെഗ്മെന്റ് മാത്രം ടോട്ടൽ റവന്യൂലേക്ക് 87% അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. 4157 കോടി കൊണ്ടുവന്നു. ഇത് നമ്മളൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ എക്സ്പോർട്ട് ഫോർമുലേഷൻസ് 16% കൂടി 3759 കോടിയിലേക്ക് എത്തി. അപ്പോൾ ഇതിന്റെ ഒരു മെയിൻ കാരണം നാറ്റ്കോന്റെ ഫ്ലാഗ്ഷിപ്പ് ഡ്രഗ് ആയ ജനറിക് റെവ്ലിമിഡ് കാരണമാണ്. അപ്പോൾ ഇത് US തുടർച്ചയായിട്ട് മാർക്കറ്റ് ഷെയർ നേടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് എക്സ്പോർട്ട് റവന്യൂവിന്റെ വലിയൊരു ഭാഗമാണ്. US കൂടാതെ കനേഡിയൻ അതുപോലെ ബ്രസീലിയൻ സബ്സിഡറീസിലും നാറ്റ്കോ നന്നായിട്ട് പോകുന്നുണ്ട്. ഇനി മൂന്നാമതായിട്ട് നാറ്റ്കോ വേറെ പുതിയ വെർട്ടിക്കലും കൂടി എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്, അതാണ് ക്രോപ്പ് ഹെൽത്ത് സയൻസസ്. അപ്പോൾ ഇവിടെ എന്താണ് അഗ്രോ കെമിക്കൽ ഡിവിഷൻ ആണിത്. അപ്പോൾ സസ്റ്റൈനബിൾ പെസ്റ്റിസൈഡ്സ് അതിൽ ക്രോപ്പ് പ്രൊട്ടക്ഷനിലേക്കാണ് ഇവർ ശ്രദ്ധ കൊടുക്കുന്നത്. ഇപ്പോൾ 2025 ഫൈനാൻഷ്യലിൽ ഈ ഒരു യൂണിറ്റ് എന്നുള്ള റവന്യൂ ഇയർ ഓവർ ഇയർ 45% കുറഞ്ഞു. അതായത് 2024 ഫൈനാൻഷ്യലിൽ 108.3 കോടിയിൽ നിന്ന് 2025 ഫൈനാൻഷ്യലിൽ 59.8 കോടിയിലേക്ക് എത്തി. ഇത്രയും വലിയൊരു ഇടിവിന് 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഇതൊരു ഗ്രീൻഫീൽഡ് വെഞ്ചർ തന്നെയാണ്. ഒന്ന് ഫുൾ സ്കെയിലായിട്ട് വരാൻ വേണ്ടിയിട്ട് 4-5 വർഷം എടുക്കും. ഈ രണ്ടാമത്തെ കാര്യം, 2025 ഫൈനാൻഷ്യലിൽ കിട്ടിയ റവന്യൂ 60 കോടി മാത്രമാണ്. പക്ഷെ ബ്രേക്ക് ഈവൻ ചെയ്യാൻ വേണ്ടിയിട്ട് 160 കോടി വേണം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ഫ്ലാഗ്ഷിപ്പ് പ്രൊഡക്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കൂടുതൽ വോളിയം കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് എന്താണ് പ്രീമിയം പ്രൈസ് ചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ യൂണിറ്റ്സ് ഒക്കെ ഇപ്പോഴും ലോസിലാണ്. ഇനി നാലാമത്, 2025 ഫൈനാൻഷ്യലിൽ അതർ ഇൻകം വലിയൊരു സപ്പോർട്ടായി. അപ്പോൾ ഇത് ഇരട്ടിയിലും കൂടുതലായി, അതായത് 145.8 കോടിയിൽ നിന്ന് 362.7 കോടിയിലേക്ക്. അപ്പോൾ ഇതുവഴി APIsഉം അഗ്രോ കെമിക്കൽ സ്ലോ ഡൗണും ഉണ്ടാക്കിയ എഫക്ട് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിച്ചു. പക്ഷേ മെയിൻ ഫോർമുലേഷൻ ബിസിനസ് ശക്തമായിട്ട് തുടർന്നപ്പോൾ കമ്പനി ടോട്ടൽ 4784 കോടി രൂപ ഉണ്ടാക്കി. അപ്പോൾ ഇത് 2024 ഫൈനാൻഷ്യലിൽ ഉള്ളതിനേക്കാളും 16% കൂടുതലാണ്. അപ്പോൾ ഈ റിസൾട്ട് വീണ്ടും ഇംപ്രസീവ് ആക്കിയത് നാറ്റ്കോയുടെ ബാലൻസ് ഷീറ്റ് ആണ്. അപ്പോൾ കമ്പനി ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ജസ്റ്റ് 0.04 ആണ്. അപ്പോൾ
നാറ്റ്കോ വെർച്വലി ഡെറ്റ് ഫ്രീ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും പുതിയ കമ്പനി എടുക്കാനും അല്ലെങ്കിൽ പുതിയ ബിസിനസ് വെർട്ടിക്കൽ സ്കെയിൽ ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. വലിയ ഫൈനാൻഷ്യൽ ബേർഡൻ ഒന്നും ഇല്ലാതെ തന്നെ. ഇതുപോലെ ഓപ്പറേഷണൽ എഫിഷ്യൻസി കമ്പനിയുടെ മാർജിനിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. 2020 ഫൈനാൻഷ്യറിൽ ഓപ്പറേറ്റിംഗ് മാർജിൻ 30.4% ആയിരുന്നു. ഇത് 2025 ഫൈനാൻഷ്യറിൽ 49.6%. ഇത് വലിയൊരു ഗ്രോത്ത് ആണ്. ഇത് കൂടാതെ നാറ്റ്കോന്റെ പി റേഷ്യോ 8.7x ആണ്. ഇത് കമ്പനി ലോങ് ടേം ആവറേജ് 19.5x കുറവാണ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രി ആവറേജ് 33.x വളരെ കുറവാണ്. ഇപ്പം ഇതൊന്നും കൂടാതെ മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടുത്തെ ആദ്യത്തെ കാര്യം കമ്പനിയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രൊഡക്റ്റ് ആയ ജനറിക് റെവ്ലിമിഡ് 2026 ഫൈനാൻഷ്യൽ അവസാനത്തോടെ അവരുടെ പേറ്റന്റ് നഷ്ടപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ജനറിക് കോമ്പറ്റീറ്റേഴ്സ് മാർക്കറ്റിലേക്ക് കയറും. അപ്പൊ അത് എന്താണ് വിലയിൽ നല്ലപോലെ ഇടിയാൻ വേണ്ടിയിട്ട് കാരണമാക്കും. അപ്പൊ മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നത് ഇതുകൊണ്ട് വരുമാനത്തിന്റെ 20% ഇടിയുമെന്നാണ്. അതുപോലെ പ്രോഫിറ്റ് 30% വരെ ഇടിയാം. അത് വലിയൊരു അടിയാവും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ. ഇനി രണ്ടാമത്തെ കാര്യം കോൺസെൻട്രേഷൻ റിസ്ക് ആണ്. അതായത് കമ്പനിക്ക് വലിയ ലാഭം കിട്ടുന്ന കുറച്ച് കോംപ്ലക്സ് ജനറിക്സ് മാത്രം ആശ്രയിച്ചിട്ടാണ്. സോ ഇതൊരു റിസ്ക് ആണ്. കാരണം ഈ ഒരു മെഡിസിൻസിന് എക്സ്ക്ലൂസിവിറ്റി പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ കമ്പനികൾക്ക് അത് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കമ്പനി മാർക്കറ്റിൽ കൂടുതൽ പ്രഷർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ പ്രോഫിറ്റ് കുറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് അത് കാരണമാക്കും. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ചാലഞ്ചസും ഉണ്ട്. ഇപ്പോൾ 2025 ഫൈനാൻഷ്യൽ പ്രകാരം ഇൻവെന്ററി ഡേയ്സ് കൂടുതലായിരുന്നു. 405 ദിവസമായിരുന്നു. അതായത് കമ്പനി ഒരു ഫുൾ ഇയർ ഇൻവെന്ററിയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലീഡ് ടൈമും കൂടുതലാണ്. ഇതുകൊണ്ട് തന്നെ എന്താണ് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ 368 ദിവസമായിട്ട് കൂടി. ഇത്രയും വലിയ സൈക്കിൾ ആകുമ്പോൾ ക്യാഷ് കമ്പനി ലോക്കായി പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ എന്താണ് ലിക്വിഡിറ്റി പ്രശ്നങ്ങൾ വരും. അതുപോലെ ഗ്രോത്തിനായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ ഇതുപോലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നാറ്റ്കോ ഇപ്പോഴും വളരെ ആക്റ്റീവാണ്. അപ്പോൾ നാറ്റ്കോയ്ക്ക് ഇന്ന് വലിയ ലാഭം ജനറിക് റെവ്ലിമിഡ് എന്നൊരു ഡ്രഗിൽ നിന്നാണ്. പക്ഷേ ഈ ഒരു ഡ്രഗിന്റെ സ്പെഷ്യൽ റൈറ്റ് ഇപ്പം കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള ലാഭം ഇനി കുറയാൻ വേണ്ടിയിട്ട് തുടങ്ങും. പക്ഷേ ഇതിന് പകരമായിട്ട് കമ്പനി ഇപ്പം മാർക്കറ്റിലേക്ക് വേറെ 2 വലിയ ഡ്രഗ്സ് ആയ റിസ്ഡിപ്പാം അതുപോലെ സെമാഗ്ലൂട്ടൈഡ് കൊണ്ടുവരാനായിട്ട് റെഡി ആകുവാണ്. അപ്പോൾ ഈ 2 ഡ്രഗിനും വലിയ പ്രൈസും അതുപോലെ ഡിമാൻഡാണ് ഉള്ളത്. സോ ഈ ഒരു ഡ്രഗ് വഴി 2026 ഫൈനാൻഷ്യൽ ആവുമ്പോഴേക്കും എന്താണ് ജനറിക് റെവ്ലിമിഡിന്റെ നഷ്ടം ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് കമ്പനി നിലവിൽ 7571 കോടി റിസർവിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്യാഷ് ആയിട്ട് 3500-ലധികം. അതുപോലെ തന്നെ മാനേജ്മെന്റ് സൂചിപ്പിച്ചിട്ടുണ്ട് ഫ്യൂച്ചർ ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ വർഷം കുറഞ്ഞത് ഒരു അക്വിസിഷൻ ക്ലോസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന്. ഇനിയിപ്പോൾ ലാസ്റ്റ് ആയിട്ട് കമ്പനി 400 കോടി നെക്സ്റ്റ് ജനറേഷൻ R&Dക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ സ്മോൾ മോളിക്യൂൾസ് എന്നുള്ള സെല്ലും ജീൻ തെറാപ്പീസ് വരെയുള്ള റിസർച്ച് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്തിട്ട് പറയാവുന്ന ഒരു കാര്യം ഇതാണ്. കമ്പനി ഹിസ്റ്റോറിക്കൽ പ്രൈസ് അതുപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അവരിപ്പോൾ വലിയ ഡിസ്കൗണ്ടിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണിക്കുന്നത് മാർക്കറ്റിൽ ചെറിയൊരു ഡൗട്ടിലാണെന്നുള്ളൊരു കാര്യമാണ്. കാര്യം മെയിൻലി റെവ്ലിമിഡ് എന്ന അവരുടെ ഡ്രഗിന്റെ പേറ്റന്റ് ഇപ്പോൾ എക്സ്പയർ ആയി. സോ അതിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന വരുമാനം ഇനി കുറയും. അപ്പോൾ അത് കമ്പനീനെ ബാധിക്കാം. പക്ഷേ കമ്പനി US പുതിയ ഡ്രഗ് മാർക്കറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ മറ്റൊരു ഇൻകം സോഴ്സ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഗ്രോത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ നല്ല രീതിയിൽ നടന്നാൽ ഭാവിയിൽ നല്ല ലാഭം കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇനിയുള്ള 2 വർഷം കമ്പനി എത്ര നന്നായിട്ടാണ് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് കാര്യയുടെ കാര്യം. അപ്പോൾ അത് തീരുമാനിക്കും മാർക്കറ്റ് സ്റ്റോക്കിനെ എന്താണ് റീറേറ്റ് ചെയ്യുമോ എന്നുള്ളൊരു കാര്യം. ഇനി ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് കമ്പനി LIC ഹൗസിംഗ് ഫൈനാൻസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൗസിംഗ് ഫൈനാൻസ് കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു കമ്പനി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ് ഈ തുടങ്ങുന്നത്. അതായത് LIC ആണ് ഈ ഒരു കമ്പനിയുടെ മെയിൻ പ്രൊമോട്ടർ. അപ്പോൾ LICക്ക് ഇന്ന് ഒരു കമ്പനിയിൽ 45.24% ഷെയർ ഉണ്ട്. അതായത് കമ്പനിയുടെ വലിയ ഭാഗം LIC തന്നെയാണ്. ഇനി നമുക്ക് കമ്പനിയുടെ പോർട്ട്ഫോളിയോ നമുക്ക് നോക്കാം. 4 സെഗ്മെന്റ് ആയിട്ടാണ് ഇത് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഇൻഡിവിജ്വൽ ഹൗസിംഗ് ലോൺസ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ ഇപ്പോൾ വീട് വാങ്ങാൻ അല്ലെങ്കിൽ പണിയാനായിട്ട് കൊടുക്കുന്ന ലോങ് ടേം ലോൺ ആണ്. അപ്പോൾ ടോട്ടൽ ലോൺ ബുക്കിന്റെ ഏകദേശം 85% ഇത് അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത് നോൺ ഹൗസിംഗ് ഇൻഡിവിജ്വൽ ലോൺസ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആളുകളുടെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വെച്ചിട്ട് ബിസിനസ് അല്ലെങ്കിൽ പേഴ്സണൽ യൂസിനായിട്ട് കൊടുക്കുന്ന ലോൺ ആണ്. അപ്പോൾ ഈ ഒരു ലോണ് ടോട്ടൽ ലോൺ ബുക്കിന്റെ 10.3% അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത് നോൺ ഹൗസിംഗ് കൊമേഴ്ഷ്യൽ ലോൺസ് ആണ്. അപ്പോൾ കൊമേഴ്ഷ്യൽ അസറ്റ്സ് ലൈക്ക് ഇപ്പോൾ ഓഫീസ് സ്പേസ് ഒക്കെ വാങ്ങാനായിട്ട് കൊടുക്കുന്ന ലോണാണിത്. ഇനി ലാസ്റ്റ് വന്നത് പ്രൊജക്ട് ഫൈനാൻസ് ലോൺസ് ആണ്. അപ്പോൾ വലിയ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ട്സിന് വേണ്ടിയിട്ട് ലൈക്ക് ശോഭ പ്രസ്റ്റീജ് പോലത്തെ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സിന് കൊടുക്കുന്ന ലോണാണിത്. ഈ ഒരു ലോൺ റീപേ ചെയ്യുന്ന ആ ഒരു പ്രൊജക്ടിന്റെ തന്നെ എന്താണ് ക്യാഷ് ഫ്ലോ നിന്നാണ്. ഇപ്പോൾ നോൺ ഹൗസിംഗ് കൊമേഴ്ഷ്യൽ ലോൺസും അതുപോലെ തന്നെ പ്രൊജക്ട് ഫൈനാൻസും രണ്ടും കൂടി കൂട്ടിയിട്ട് ടോട്ടൽ ലോണിന്റെ 4.7% അക്കൗണ്ട് ചെയ്യുന്നത്. അപ്പം ഓവറോൾ കമ്പനിയുടെ ലോൺ പോർട്ട്ഫോളിയോ എന്താണ് കഴിഞ്ഞ 5 വർഷത്തിൽ 7% CAGR വളർന്നിട്ടുണ്ട്. കൂടാതെ ഓവർ ദി ഇയേഴ്സ് കമ്പനി ലോൺ കൊടുക്കുന്നതൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ പ്രൊജക്ട് ഫൈനാൻസ് ലോൺസ് ഇയർ ഓവർ ഇയർ 48% വളർന്നു. നോൺ ഹൗസിംഗ് ഇൻഡിവിജ്വൽ ലോൺസ് 21% വളർന്നു. ഇതുകൊണ്ട് ഇപ്പം ഈ 2 സെഗ്മെന്റ്സ് ഇപ്പോൾ ഏറ്റവും അധികം വളർന്ന സെഗ്മെന്റ്സ് ഇത് തന്നെയാണ്.
പക്ഷേ ഈ ഒരു മാറ്റം നല്ലതാണോ? ഇപ്പോൾ പ്രൊജക്ട് ഫൈനാൻസും നോൺ ഹൗസിംഗ് ഇൻഡിവിജ്വൽ ലോൺസും കമ്പനിക്ക് മെയിൻ ഹൗസിംഗ് ലോണിനേക്കാളും കൂടുതൽ ലാഭം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ മാനേജ്മെന്റ് ഇപ്പം ഇതുപോലുള്ള ലോൺസിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതുകൊണ്ട് കമ്പനിയുടെ ഓവറോൾ ഇൻകം എന്താണ് വളരാനായിട്ട് സാധിക്കും എന്നാണ് അവരുടെ പ്ലാന്. ഇപ്പം റിസ്കിന്റെ ബേസിൽ ലോൺ നമുക്ക് 3 സ്റ്റേജ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ സ്റ്റേജിൽ ഹെൽത്തി അസറ്റ്സ് ആണ് കവർ ചെയ്യുന്നത്. അതായത് ഇവിടെ കറക്റ്റ് ടൈമിൽ തന്നെ റീപേയ്മെന്റ് നടക്കുന്നുണ്ട്, എന്താണ് റിസ്ക് കുറവാണ്. ഈ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി റിസ്ക് ഉള്ളതാണ്. അതായത് റീപേയ്മെന്റിൽ ഡിലേ ഉണ്ട് ഇവിടെ. പക്ഷേ ഇവിടെ എന്താണ് ഫുൾ ഡീഫാൾട്ട് ആവുന്ന ഒരു കേസ് വരുന്നില്ല. ഇനി മൂന്നാമത്തെ സ്റ്റേജിൽ ഒരുപാട് റിസ്ക് ഉള്ള ലോണുകളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് ഡീഫാൾട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഈ ഒരു സ്റ്റേജിലാണ് കമ്പനിക്ക് ഏറ്റവും കൂടുതൽ ലോസ് വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത. ഇപ്പം സ്റ്റേജ് 3 എക്സ്പോഷർ ഫൈനാൻഷ്യൽ 2024 3.31% 2025 ഫൈനാൻഷ്യൽ 2.47% കുറഞ്ഞു. അപ്പം ഇത് കാണിക്കുന്നത് കമ്പനിയിൽ വലിയ പ്രശ്നമുള്ള ലോൺസ് കുറവാണെന്നാണ്. ഈ ഒരു കാര്യം നമുക്ക് പ്രൊവിഷൻസിലും കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇപ്പോൾ 2024 ഫൈനാൻഷ്യൽ 4877 കോടിയായിരുന്നു പ്രൊവിഷൻസ്. എന്നാൽ 2025 ഫൈനാൻഷ്യൽ 3894 കോടിയായിട്ട് കുറഞ്ഞു. അപ്പോൾ ഇത് കാണിക്കുന്നത് കമ്പനിയുടെ അസറ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ആയെന്നും അതുപോലെ തന്നെ റിസ്ക് ഉള്ള ലോൺസ് കുറഞ്ഞു എന്നാണ്. സോ കമ്പനിക്ക് ഒരു സ്ട്രോങ് സേഫ്റ്റി ഫണ്ട് ഉണ്ടായിട്ടും അതിനെന്താണ് വലിയൊരു എമൗണ്ട് വെച്ചിരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പം. അപ്പം ഈ ഒരു ഇംപ്രൂവ്മെന്റ് ഒക്കെ ശേഷം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 5429 കോടിയിലേക്ക് എത്തി. അതായത് ഇയർ ഓവർ ഇയർ 14% കൂടി. അപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 19% ആവറേജ് റേറ്റിൽ വളർന്നിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ മെയിൻ പ്രോഫിറ്റബിലിറ്റി മെട്രിക് ആയ ഇൻട്രസ്റ്റ് മാർജിൻ ഫൈനാൻഷ്യൽ 2024 3.08% നിന്ന് 2025 ഫൈനാൻഷ്യൽ 2.73% കുറഞ്ഞു. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? ഈ ഒരു വർഷം കമ്പനി കടം കൊടുക്കുന്നതിൽ നിന്ന് വളരെ കുറവ് മാത്രമേ സമ്പാദിച്ചുള്ളൂ എന്നാണ്. പക്ഷേ ഈ ഒരു ഡിക്ലൈന് കാരണം എന്താണ്? ആദ്യത്തെ കാര്യം ഫാസ്റ്റ് ലോൺ റേറ്റ് കട്ട് വേഴ്സസ് സ്ലോവർ ഫണ്ട് റീപ്രൈസിംഗ് ആണ്. ഇപ്പോൾ 2025 ഫൈനാൻഷ്യലിൽ RBI 2 തവണ റിപ്പോ റേറ്റ് കുറച്ചു. ഫെബ്രുവരിയിൽ 6.5% 6.25%, പിന്നെ ഏപ്രിലിൽ 6%. അപ്പോൾ ഈ ഒരു കുറവ് കമ്പനി പെട്ടെന്ന് തന്നെ ഫ്ലോട്ടിംഗ് റേറ്റ് ഹോം ലോൺ എടുത്തവരിലേക്ക് പാസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് കമ്പനിയുടെ ലോൺ ഈൽഡ് എന്താണ് പെട്ടെന്ന് കുറഞ്ഞു. അതേ സമയത്ത് അവരുടെ മിക്ക ഫണ്ടിങ്ങും ലൈക്ക് ഇപ്പോൾ ഡിബഞ്ചേഴ്സ്, ബാങ്കിൽ നിന്നുള്ള ലോണുകൾ, നാഷണൽ ഹൗസിംഗ് ബാങ്കിന്റെ റീഫൈനാൻസിംഗ് ഫണ്ടൊക്കെ മുമ്പ് ഡിസൈഡ് ചെയ്ത വലിയ ഇൻട്രസ്റ്റ് റേറ്റ് തന്നെ തുടർന്നു. അപ്പോൾ ഈ റേറ്റ് ഒന്നും മെച്യൂരിറ്റി വരെ എന്താണ് മാറില്ല. പക്ഷെ കമ്പനി ഇവിടെ അവർ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന റേറ്റ് ഓൾറെഡി കുറച്ചു. അപ്പോൾ അതുകൊണ്ട് കമ്പനിക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇൻകം ഇൻട്രസ്റ്റ് എക്സ്പെൻസിനേക്കാളും കുറഞ്ഞു. അപ്പോൾ ഇത് കാരണം നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കുറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, മറ്റുള്ള ബാങ്കും NBFCസും വളരെ പെട്ടെന്ന് ഹോം ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബാങ്കുകൾ അവർ കറണ്ട് ആൻഡ് സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് 8% താഴെ റേറ്റിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് LIC ഹൗസിംഗും അവരുടെ മാർക്കറ്റ് ഷെയർ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ലോൺ റേറ്റ് കുറയ്ക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഒരു രീതിയിൽ ആവറേജ് ലോൺ ഈൽഡ് 10 ബേസിസ് പോയിന്റ്സ് കുറച്ചിട്ട് 9.79%. പക്ഷേ കമ്പനി ഇവിടെ മുമ്പെടുത്ത ലോൺ എല്ലാം വലിയ ഇൻട്രസ്റ്റിലാണ് റീപേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പൈസ കിട്ടുന്നത് അവർക്ക് കുറഞ്ഞു, പക്ഷെ കൊടുക്കുന്നത് വലിയ റേറ്റിലാണ്. സോ ഈ ഒരു ഡിഫറൻസ് കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് മാർജിനും കുറഞ്ഞു. ഇപ്പം ഇങ്ങനെയൊക്കെ നടക്കുമ്പം കമ്പനിയുടെ ഷെയർ പ്രൈസ് എങ്ങനെ വാല്യൂ ചെയ്യപ്പെടും എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ LICയുടെ കറന്റ് പ്രൈസ് ടു ബുക്ക് റേഷ്യോ 0.88x ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? കമ്പനിയുടെ ബുക്ക് വാല്യൂവിനേക്കാളും കുറവ് വിലയിലാണ് ട്രേഡ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ കമ്പനിയുടെ 10 വർഷത്തെ ആവറേജ് റേഷ്യോ 1.2x ആയിരുന്നു. അപ്പോൾ ഇൻഡസ്ട്രി ആവറേജ് 2.09x. അതായത് ഈ ഒരു ഷെയർ ഇപ്പോൾ അണ്ടർ വാല്യൂഡ് ആണ്. ഇതിന്റെ ഒരു മെയിൻ കാര്യം മാർക്കറ്റിൽ ഡൗട്ട് ആണ്. അതായത് റിപ്പോ റേറ്റ് കുറഞ്ഞാൽ കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻ ഇനിയും കുറയുമോ എന്നുള്ളൊരു ഭയമാണ്. അതിൽ ഫണ്ടിങ് കോസ്റ്റും കൂടുമെന്നാണ് മാർക്കറ്റ് വിചാരിക്കുന്നത്. ഇനിയിപ്പം കമ്പനിയുടെ മാനേജ്മെന്റിന് ഫണ്ടിങ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി കഴിഞ്ഞാലും അല്ലെങ്കിൽ കൂടുതൽ ലാഭം കിട്ടാൻ വേണ്ടി ലോൺസ് വളർത്താൻ വേണ്ടി കഴിഞ്ഞാലും പ്രോഫിറ്റ് മാർജിൻ സ്റ്റേബിൾ ആവും. സോ ഇങ്ങനെ നടന്നാൽ ഈ ഒരു മാർജിൻ പ്രശ്നം ടെമ്പററി ആണെന്നുള്ളത് മാർക്കറ്റ് മനസ്സിലാക്കിയിട്ട് സ്റ്റോക്കിന്റെ വില കൂടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. സോ ഇതാണ് PE റേഷ്യോ ഇപ്പം 10x താഴെ ട്രേഡ് ചെയ്യുന്ന 3 സ്റ്റോക്സ്. പക്ഷേ ഇവിടെ ഫണ്ടമെന്റൽസ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വലിയ ഗ്രോത്ത് പൊട്ടൻഷ്യലും ഉണ്ട്. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നല്ല റിട്ടേൺസ് തരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. സോ നിങ്ങളിപ്പോൾ ഒരു വാല്യൂ ഇൻവെസ്റ്റർ ആണെങ്കിൽ ഈ ഒരു സ്റ്റോക്സ് ഒക്കെ എന്തായാലും നിങ്ങളുടെ ലിസ്റ്റിലുണ്ടാവും. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോസെൽ റെക്കമെൻഡേഷൻ അല്ല, നമ്മളൊരു എടുത്തു പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ഏതൊരു കമ്പനിയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും മുമ്പ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി.
Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.